കർമ്മലമലയും ഉത്തരിയും. കാർമൽ പൂന്തോട്ടം എന്നർത്ഥം. ദൈവം വസിക്കുന്ന, ദൈവം സംരക്ഷിക്കുന്ന വിശുദ്ധ മന്ദിരം. സ്വർഗത്തിന്റെ കവാടമാണിവിടം. അനേകം വിശുദ്ധാത്മാക്കൾ ജന്മം കൊണ്ട പുണ്യഭൂമി. കാർമലിന്റെ വനാന്തരങ്ങളിൽ ഏകരായി കഴിഞ്ഞിരുന്നവരും അങ്ങയുടെ അവകാശവുമായ അജഗണത്തെ അങ്ങയുടെ ദണ്ടുകൊണ്ട് മേയ്ക്കണമേ. മിക്ക പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യത്തിന്റെ ഉദ്ധരണികളാണിത്. കാർമലിന്റെ വനാന്തരങ്ങളിൽ ഏകരായി കഴിഞ്ഞിരുന്ന അനേകം സന്യാസിമാരുണ്ട്. ഇവരുടെ തുടക്കം അറിയണമെങ്കിൽ നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകം തിരയണം. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിൽ ഏലിയ പ്രവാചകൻ ബാലിന്റെ 450 പ്രവാചകന്മാരെ വിശ്വാസത്താൽ തോൽപ്പിച്ച ഇടം. അതാണ് കർമ്മലമല. ഏലിയ പ്രവാചകൻ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ കുറിച്ചുള്ള തീക്ഷ്ണതയാൽ എരിഞ്ഞ ഇടം. കർമ്മലിത്ത സഭാംഗമായ വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് കർമ്മല മാതാവ് ജൂലൈ 16-ാം തീയതി പ്രത്യക്ഷപ്പെട്ട് ഉത്തരീയം നൽകിക്കൊണ്ട് പറഞ്ഞു, ഇതിന്റെ സാഹോദര്യത്തിന്റെ അടയാളവും രക്ഷയുടെ അച്ചാരവുമായി ധരിക്കണം. ഇത് ധരിക്കുന്നവർ ഒരിക്കലും നിത്യനരകാഗ്നിയിൽ പതിക്കുകയില്ല. അതെ, ഉത്തരീയം പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിന്റെ അടയാളമാണ്. ഇത് ധരിക്കുന്നവർ നിത്യനരകാഗ്നിയിൽ പ്രവേശിക്കുകയില്ല എന്ന് പറയുന്നു. നമുക്ക് ശാരീരിക മാതൃത്വം നൽകിയ നമ്മുടെ അമ്മയെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. വീട്ടിലേക്ക് നോക്കിയാൽ തന്നെ അമ്മ എന്ന വാക്ക് എത്ര പ്രാവശ്യം ദിവസത്തിൽ നമ്മൾ ഉച്ചരിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. കാരണം എന്തിനും ഏതിനും നമുക്ക് അമ്മ ആവശ്യമാണ്. അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും എന്ത് വേണമെങ്കിലും, എന്തിന് നമ്മളൊരു അപകടത്തിൽപ്പെട്ടാൽ പോലും ആദ്യം നമ്മൾ വിളിക്കുന്നത് നമ്മുടെ അമ്മയെയാണ്. അതാണ് അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം. എന്നാൽ അതിനേക്കാളൊക്കെ 10 മടങ്ങ് ഉപരിയായി മക്കളുടെ അകം കാഴ്ചകളും പുറം കാഴ്ചകളുമെല്ലാം ഒരുപോലെ കണ്ട് അവരെ ചേർത്ത് പിടിക്കുന്ന, അവരെ സംരക്ഷിക്കുന്ന ശക്തിയാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ട് അമ്മയുടെ ഉത്തരീയം നമ്മൾ നമ്മുടെ കഴുത്തിൽ തീർച്ചയായും ധരിക്കണം. വരാനിരിക്കുന്ന ആപത്കരമായ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിന്റെ അടയാളമായ ഉത്തരീയം നമ്മുടെ കഴുത്തിൽ നാം ധരിക്കണം. അതുവഴി നമ്മൾ ഉത്തരീയ ഭക്തരായി തീരും. വരാനിരിക്കുന്ന യുവതലമുറയ്ക്ക് ഉത്തരീയ ഭക്തി പകർന്നു കൊടുക്കുന്നത് വഴി ഒരു യുവതലമുറയെ തന്നെ നമ്മൾ പരിശുദ്ധ അമ്മയ്ക്ക് ഭരമേൽപ്പിക്കുകയാണെന്നുള്ള വസ്തുത നമുക്ക് മറക്കാതിരിക്കാം. എല്ലാവർക്കും പരിശുദ്ധ കർമ്മല മാതാവിന്റെ തിരുനാൾ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു.